ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് കേസ് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കുള്ള ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മുരാരി ബാബു, എൻ വാസു, കെ എസ് ബൈജു എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി വെള്ളിയാഴ്ച തള്ളി. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിശദമായ ഉത്തരവ് പിന്നീട് ലഭ്യമാകും. മുരാരി ബാബു ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക പ്രതിമകളിൽ നിന്നും സൈഡ് ഫ്രെയിമുകളിൽ നിന്നും സ്വർണം അപഹരിച്ച കേസുകളിലാണ് ഇയാൾ പ്രതിയായിരിക്കുന്നത്. ഒക്ടോബർ 23 അറസ്റ്റ് ചെയ്ത ഇയാൾ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ബൈജു മുൻ തിരുവാഭരണ കമ്മീഷണറാണ്. ദ്വാരപാലക പ്രതിമകളിൽ നിന്നും സൈഡ് ഫ്രെയിമുകളിൽ നിന്നും സ്വർണം അപഹരിച്ച കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വാസു 2019-2021 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും മുൻപ് 2 തവണ ദേവസ്വം കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1991 മുതൽ 2006 വരെ വിജിലൻസ് ട്രൈബ്യൂണൽ ജഡ്ജിയായും പ്രവർത്തിച്ചിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ വാതിൽ ഫ്രെയിമുകളിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് കേസിലാണ് ഇയാൾ 3ാം പ്രതി. നവംബർ 11 അറസ്റ്റ് ചെയ്ത ഇയാളുടെ ജാമ്യാപേക്ഷയും മുമ്പ് പ്രത്യേക ജഡ്ജി തള്ളിയിരുന്നു. 3 പേരും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 1208, 403, 406, 409, 466, 467 എന്നിവയും 34 വകുപ്പും കൂടാതെ അഴിമതി നിരോധന നിയമത്തിലെ 13 വകുപ്പും പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് പ്രതികളായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.